പ്രിയമുള്ളവരെ, നമസ്കാരം. വീണ്ടും ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ പഴയത് കേട്ടത് തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. ശബ്ദം നിങ്ങൾക്ക് ഇപ്പം ഒരു അരോചകത്വമായി തോന്നുന്നു എന്നെനിക്കറിയാം. എന്നിരുന്നാലും പഴയ കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങൾക്കറിയാം, മോദി അധികാരത്തിൽ വന്ന് ആദ്യമായി ചെയ്ത പണി എന്താ? ഒരു വർഷം ആകുന്നതിന് മുമ്പ് ഒരു നവംബർ 8-ന് നോട്ട് നിരോധനം നടപ്പാക്കി. നോട്ട് നിരോധനം നടപ്പാക്കി കോടാനുകോടി കള്ളപ്പണം മോദിയും RSSകാരും ഇന്ത്യയിലേക്ക് ഒഴുക്കി. യഥാർത്ഥ പണം എന്ത് ചെയ്തു? അതിന് വിലയില്ലാതാക്കി. ജനങ്ങൾ 100-ൽ-പരം ആൾക്കാർ ബാങ്കുകളിൽ അവനവൻ സമ്പാദിച്ച പണം എടുത്ത് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ബാങ്കുകളുടെ കുഴുവിൽ നിന്നിട്ടാണ് 100-ൽ-പരം ആൾക്കാർ മരിച്ചത്. ചിലർ ജീവിക്കാൻ മാർഗമില്ലാതെ ഒരു നാട്ടിൽ നിന്ന് മറ്റുള്ള നാട്ടിലേക്ക് പലായനം ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും ഇന്ത്യയിലെ BJP RSS സംഘികൾ മോദിയെ ന്യായീകരിച്ചു കൊണ്ടേയിരുന്നു. രണ്ടാമത് ചെയ്ത പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ പ്രതിരോധ മേഖലയ്ക്ക് ആവശ്യമായ യുദ്ധ ഫ്ലൈറ്റ് വാങ്ങിക്കുക എന്നതായിരുന്നു. ഖത്തർ ഗവൺമെൻറ് 1550 കോടിക്ക്, ഇന്ത്യൻ റുപ്പീസ് 1550 കോടിക്ക് 3 റഫാൽ ഫ്ലൈറ്റ് വാങ്ങുമ്പോൾ നമ്മുടെ വിശ്വഗുരുവായ 56 ഇഞ്ച് വാങ്ങിയത് ഒരു ഫ്ലൈറ്റാണ്. ഈ രണ്ട് വിഷയങ്ങളിലും പ്രതിപക്ഷമെന്ന കോൺഗ്രസ്, രാഹുൽ ഗാന്ധി, മറ്റു തരം നേതാക്കളും അവരുടെ കറപ്ഷനെ കുറിച്ച് ചൂണ്ടിക്കാട്ടി. പക്ഷേ പൊതുബോധം ഉണർന്നില്ല. പൊതുബോധം പറഞ്ഞെന്താണ്? അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കമൻറ്റോ അല്ലെങ്കിൽ ഒരു മുന്നോട്ട് വരവായി കണ്ടാൽ മതി. മൂന്നാമത് മോദി ചെയ്തതെന്താണ്? രാജ്യത്തുള്ള എയർപോർട്ടുകളും ഫ്ലൈറ്റുകളും വിറ്റു. എയർ ഇന്ത്യ, കോടാനുകോടി രൂപയുള്ള എയർ ഇന്ത്യ വെറും തുച്ഛമായ വിലയ്ക്ക് വിറ്റഴിച്ചു. നാലാമത്, ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാനപ്പെട്ട നല്ല വരുമാനമുള്ള സ്റ്റേഷനുകൾക്ക് പങ്കാളിത്തം കൊടുത്തു, സ്വകാര്യ വ്യക്തികൾക്ക്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനത്തിൻ്റെ 25% ഇന്ന് അദാനിയുടെ കയ്യിൽ മാത്രം പോകുന്നുണ്ട്. നമ്മളുടെ ഖജനാവിൽ വന്ന് ഇന്ത്യൻ ജനങ്ങൾ അനുഭവിക്കേണ്ട സമ്പത്തിൻ്റെ 25% അദാനിയുടെ പോക്കറ്റിലോട്ട് ഡയറക്റ്റ് പോകുന്നുണ്ട്. ഇന്ത്യയുടെ ഭൂപ്രദേശം തുച്ഛമായ വിലയ്ക്ക് 1 രൂപ വില വെച്ചിട്ട് അത് തൂക്കി വിൽക്കുന്നത് പോലെ അദാനിക്ക് സംഭാവന ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് LIC, പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇങ്ങനെയുള്ള പല ബാങ്കുകളിൽ നിന്നും കോടാനുകോടി രൂപ ഇന്ത്യൻ ഖജനാവിലോട്ട് പോകേണ്ട രൂപകൾ അദാനിയെപ്പോലും, അദാനിക്കും അംബാനിക്കും മറ്റുതര ബൂർഷ മുതലാളിമാർക്കും ബിസിനസ്സിന് വേണ്ടി കൊടുത്തു. ഇവർ ഈ പണങ്ങളെല്ലാം വലിച്ചു കൊണ്ടുപോയി എന്ത് ചെയ്തു? വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ സമ്പത്ത് വാങ്ങിച്ച് കൂട്ടി ഇവരെന്തോ പാപ്പരാവുന്ന രീതിയിലുള്ള അഭിനയങ്ങൾ കാഴ്ചവെക്കുന്നു. പക്ഷേ രാജ്യത്തൊരു ഭരണമുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കാര്യം അവർക്ക് ഭരണാധികാരികളും എല്ലാം കൂട്ടുനിൽക്കുന്നൊരവസ്ഥയിലാട്ടും മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ മോദി അല്പമെങ്കിലും ഒന്ന് ചെറുതായിട്ട് ഭയന്നിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ CJP ജൻസികൾ കാര്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. ഇതിനു മുമ്പ് എല്ലാ അക്രമങ്ങളും അഴിമതിയും കാട്ടിയിട്ട് അവിടെ പാകിസ്ഥാനോ ചൈനയോ അല്ലെങ്കിൽ മുസ്ലിം പേരോ അല്ലെങ്കിൽ ശിവലിംഗത്തിൻ്റെ പേരോ പറഞ്ഞ് അത് ഹൈഡ് ചെയ്യുക എന്നുള്ള തന്ത്രം മോദിക്കും RSSനും ഉണ്ടായിരുന്നു, BJPക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത് ജൻസികൾ തിരിച്ചറിയാൻ തുടങ്ങി. കാര്യം 140 കോടി ജനങ്ങളിൽ 130 കോടി ജനങ്ങളും അർദ്ധപട്ടിണിയിലും ദാരിദ്ര്യത്തിലും തൊഴിലില്ലായ്മയിലുമാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മേലിൽ ഇരിക്കുന്നവരെല്ലാം
UPSCയിലുള്ള എക്സാമിനുകളിൽ കൃത്രിമം കാണിച്ചിട്ട് വന്നിട്ടുള്ളവരാ. അവർക്ക് ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ല. അപ്പൊ ഈ വിഷയങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്, ഒന്നും നമ്മൾ മറന്നു പോകാൻ പാടില്ല. മറന്നുപോയാൽ നാം രാജ്യത്തോട് ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. അപ്പം നമ്മൾ ഇപ്പൊ സുപ്രീം കോടതിയിൽ നിന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ഇടയ്ക്ക് ജൻസികളെ കുറിച്ച് അതൊന്നും പറഞ്ഞു, പിന്നെ ജൻസികളെ സോപ്പിടുന്ന രീതിയിലുള്ള സംസാരമായി. ഇപ്പൊ തന്നെ ഇപ്പൊ അടുത്ത വിധി, ഇന്നലത്തെ പ്രസ്താവന ഉണ്ടായി. ജന്തർ മന്ദിറിലുള്ള പ്രൊട്ടസ്റ്റിന് എതിരായിട്ട് സംസ്ഥാനങ്ങൾ എടുത്ത കേസുകൾ അത് തുടർന്നു കൊണ്ടുപോകാൻ കോടതിയുടെ പൂർണ്ണ സമ്മതം കൊടുത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ രാജ്യത്തിൽ നിന്ന് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരെല്ലാം മോദിയിൽ നിന്നും ഭയപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ തല ഉണ്ടാകുമോ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് അവർ മോദി എന്താണോ ഇച്ഛിക്കുന്നത് അതിനനുസരിച്ചുള്ള വിധികൾ നടപ്പാക്കുന്നു. ജോലി സാധ്യത കഴിയുമ്പോൾ അവർക്ക് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അല്ലെങ്കിൽ പല സ്റ്റേറ്റുകളിലും ഗവർണറുമായിട്ടുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ആർക്ക് പണയം വെക്കുന്നു? രാജ്യദ്രോഹികൾക്ക് പണയം വെക്കുന്നു. എന്താണ് രാജ്യദ്രോഹം എന്ന് പറയാൻ കാരണം? 140 കോടി ജനങ്ങളുടെ വിഹിതമാണ് ഇവർ കട്ടുകൊണ്ട് ഗുജറാത്തിലുള്ള 10 പേരുടെ പേരിലാണ് ഇന്ന് ഇന്ത്യയുടെ സമ്പത്ത് മൊത്തം. അപ്പൊ ഇവയൊക്കെ ഇങ്ങനെ ഞാൻ റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് റിമൈൻഡ് ചെയ്യുന്നത്? ജനാധിപത്യ വിശ്വാസികൾ ഉണരണം. അതിനു വേണ്ടിയിട്ട് ഞാൻ റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരും, ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള വിഷയങ്ങളുമായിട്ട് വീണ്ടും നാം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ജയ് ഹിന്ദ്.